അങ്ങനെ ഒത്തിരി പ്രാവശ്യം പറയുമായിരുന്നു. എന്നും മിക്കവാറും ദിവസങ്ങളിൽ സെഞ്ചുറിയിൽ വരുമായിരുന്നു. ഞാൻ ഓപ്പറേഷൻ്റെ ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നെ കാണിച്ചു. ഒരു ഗ്ലാസ് നിറച്ചും ബ്ലഡ് ഉണ്ടായിരുന്നു. ആ ക്ലോട്ടായ ബ്ലഡ് എടുത്ത് കാണിച്ചു. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അത് പറയാൻ വേണ്ടിയാണ്. അതിനുശേഷം എഴുന്നേറ്റു നടന്നു, ആരോഗ്യത്തോടെ ആയിരുന്നു. അതിലുപരി കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും രാത്രിയിൽ ഞാൻ വന്ന് കണ്ടു. ഇവിടുന്ന് പോയപ്പോൾ ഏകദേശം 1 മണിയോളമായി. ഇവിടുന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പിറ്റേന്ന് അമ്മച്ചി വിളിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, പാസ്റ്ററെ ഒത്തിരി കഷ്ടപ്പെടുവാൻ ഇടയാകരുത്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച കർത്താവിന്റെ സമയമായപ്പോൾ പ്രിയ പിതാവിനെ കർത്താവ് വിളിച്ച് തന്റെ സന്നിധിയിൽ ചേർത്തു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും, ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളൊന്നും ഇവിടെ ഈ പെട്ടിയിൽ കിടത്തിയിരിക്കുന്ന പിതാവിന് വേണ്ടിയല്ല. പിന്നെയോ അവിടെ ജീവിച്ചിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ കർത്താവിനെ നാം കണ്ടുമുട്ടുവാൻ ഇതാണ് അവസരം. ഇപ്പോൾ കർത്താവിന്റെ വരവിന്റെ കാഹളം കേൾക്കുന്നുവെങ്കിൽ ഇവിടെ ഈ പെട്ടിൽ കിടക്കുന്ന അപ്പച്ചൻ ആദ്യം എഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഉയർത്തെഴുന്നേൽക്കും. കർത്താവിനോടുകൂടെ എൻ്റെ മേഘങ്ങൾ എടുക്കപ്പെടും. ദൈവസന്നിധിയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇവിടെ നിന്ന് പോയപ്പോൾ പറഞ്ഞു, എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. വാസം യോഗ്യമായ സ്ഥലം അവിടെയുണ്ട്. പക്ഷേ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവ് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തിനു വേണ്ടി അതിന് യോഗ്യമായ സ്ഥലമൊരുക്കുവാൻ കർത്താവ് പോയിരിക്കുന്നു. ഒരുക്കി തീരുമ്പോൾ കർത്താവിന്റെ കാഹളം കേൾക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടെ രൂപാന്തരപ്പെടും. അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് നമുക്കൊരു നഗരം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി നഗരം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. നഗരവുമുണ്ട്, നരകവുമുണ്ട്. നമുക്ക് ഒരക്ഷരം മാറ്റിയാൽ അത് നരകമായി പോകും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ നിത്യ നരകത്തിൽ പോകുവാനല്ല, നിത്യനാശത്തിൽ ചെന്നെത്തുവാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എനിക്ക് വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു, എനിക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. അപ്പച്ചന്റെ വേർപാടറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ ജീവിതത്തിൽ തന്നു. അതിനു വേണ്ടുന്ന ദൈവീയ കൽപ്പന അനുസരിപ്പാൻ കർത്താവ് സഹായിച്ചു. ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിച്ചു. അതാണ് വലിയ പ്രത്യാശ. നിത്യമായ ആ നിത്യ നാശത്തിലേക്കല്ല, നരകത്തിലേക്കല്ല, നമ്മുടെ ജീവിതം നിത്യതയ്ക്കായി ഒരുക്കുവാനിടയായിത്തരും. ഈ ലോകത്തിൽ നമുക്ക് കുറച്ച് പ്രായം മാത്രമേ വസിക്കുവാൻ കഴിയൂ. ചെറുപ്പക്കാരൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാറുണ്ട്. ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസഭയുടെ തൊട്ടടുത്ത ഒരു സഹോദരൻ 21 വയസ്സേ ഉള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ രാത്രി യാത്ര തിരിച്ച് വന്ന വഴിയിൽ ബസ് ആക്സിഡന്റ് ഉണ്ടായി. താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മരണം ഏത് സമയത്തും പിടിപെടും. എപ്പോഴാ മരണം ഉണ്ടാകുന്നത് നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. കൊട്ടാരത്തിലായാലും കുടിലായാലും മരണം കടന്നു വരും. മരണം കടന്നു വരുവാൻ ഒരു നിയന്ത്രണവുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. എനിക്കൊരു നിത്യതയുണ്ട്, എനിക്കൊരു നിത്യവാസമുണ്ട്. ആ നിത്യതയിൽ എനിക്കും കാണണമെന്നുള്ള ആ ദൈവിക പ്രമാണം ജീവിതത്തിൽ സ്വീകരിച്ച് ദൈവമക്കളെ നമുക്ക് മുൻപോട്ട് പോകുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതം വിശുദ്ധിയോടെ, ദൈവഭയത്തോടെ,